ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് കേരളത്തിൽ വികസന കാര്യങ്ങളിലും ജനക്ഷേമ നടപടികളിലും വലിയ നേട്ടം കൈവരിച്ചിട്ടുണ്ട്. ആ യാഥാർത്ഥ്യം ജനങ്ങളുടെ ജീവിതത്തിൻ്റെ മുമ്പിൽ ഉണ്ട് എന്നുള്ളത് നാം തിരിച്ചറിയേണ്ടതാണ്. UDF ഗവൺമെൻറ് അധികാരത്തിൽ വരുമ്പോൾ ഈ വികസന പദ്ധതികളോടെല്ലാം എന്ത് നിലപാട് സ്വീകരിക്കും? വികസന പ്രവർത്തനങ്ങൾ തുടരാനും ജനക്ഷേമ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകാനുമാണ് ഐക്യജനാധിപത്യ മുന്നണി ഗവൺമെൻറ് നടപടികൾ സ്വീകരിക്കുന്നതെങ്കിൽ അത്തരം നിലപാടുകൾക്കെല്ലാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പിന്തുണ നൽകും. അത്തരം ജനക്ഷേമ നടപടികളും വികസന പ്രവർത്തനങ്ങളുമായിട്ടെല്ലാം സഹകരിക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തയ്യാറാണ്. ഇപ്പോൾ ഗവൺമെൻറ് KSRTC ബസ്സിൽ അവരുടെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിൻ്റെ തെരഞ്ഞെടുപ്പിൽ നടത്തിയിട്ടുള്ള വാഗ്ദാനങ്ങളുടെ ഭാഗമായി KSRTCയിൽ ജൂൺ 15 മുതൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കും എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കുന്നതിനുള്ള നിലപാടിനോട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് യോജിപ്പാണുള്ളത്. എല്ലാവരും CPM-നോ അല്ലെങ്കിൽ മറ്റ് തൊഴിലാളി സംഘടനകൾക്ക് എല്ലാ വിഭാഗം ആളുകൾക്കും ഇക്കാര്യത്തിൽ യോജിപ്പാണുള്ളത്. ഈ KSRTC ഒരു ഗവൺമെൻറ് ഉടമസ്ഥതയിലുള്ള ഒരു പൊതുമേഖലാ സ്ഥാപനമാണ്. ഇപ്പോൾ KSRTCയുടെ ജീവനക്കാരുടെ ശമ്പളവും പെൻഷനും കൊടുത്തുകൊണ്ടിരിക്കുന്നത് സർക്കാർ ഫണ്ട് നൽകിയിട്ടാണ്. ആ അന്തരീക്ഷം KSRTC മാറിയിട്ടില്ല. ഒരു പൊതുമേഖലാ സ്ഥാപനം എന്നുള്ള നിലയിൽ KSRTCയെ ഉറപ്പിച്ചു നിർത്താനും അതിൻ്റെ വരുമാനം, ചെലവ്, ഈ കാര്യങ്ങളിലെല്ലാം KSRTCയെ സ്വയം പര്യാപ്തമാക്കുന്നതിനുള്ള കാഴ്ചപ്പാടോടുകൂടിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് KSRTCയിലെ ഓരോ പ്രശ്നങ്ങളും കൈകാര്യം ചെയ്തത്. ഇത്തരമൊരു നിലപാടെടുത്ത് വരുമ്പോഴും നിവൃത്തിയില്ലാത്ത ഘട്ടം വന്നപ്പോൾ പെൻഷനും ശമ്പളവും നൽകുന്നതിന് ഗവൺമെൻറ് നേരിട്ട് സഹായിക്കുക എന്ന നിലപാട് സ്വീകരിച്ചു. ഇപ്പോൾ അങ്ങനെയാണ് തുടരുന്നത്. ഇപ്പോൾ വരുമാനവും ചെലവും തമ്മിൽ ഏറെക്കുറെ സാമ്യത വരികയാണ് KSRTC. KSRTC വളർച്ച കൈവരിച്ചിട്ടുണ്ട്. ആ വളർച്ച മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണം. KSRTCയുടെ എല്ലാ ബാധ്യതയും KSRTCയെ കൊണ്ട് നിർവഹിക്കത്തക്ക നിലയിലുള്ള നിലപാടിലേക്ക് ഉയരുമ്പോഴാണ് KSRTC വളർന്നു എന്ന് നമുക്ക് പൂർണ്ണതയിലെത്തിക്കാൻ കഴിയും, പൂർണ്ണമായ നിലപാടിലേക്ക് എത്തിക്കാൻ കഴിയും. അങ്ങനെ ഒരു കാഴ്ചപ്പാടോടുകൂടിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് KSRTCയെ കൈകാര്യം ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത്. ഇപ്പോൾ ജൂൺ 15 മുതൽ സ്ത്രീകൾക്ക് യാത്ര സൗജന്യമാക്കുമ്പോൾ KSRTCക്ക് വരുന്ന വരുമാനത്തിലെ കുറവ് എങ്ങനെ പരിഹരിക്കും? ഇത് ഗവൺമെൻറ്റാണ് വ്യക്തമാക്കേണ്ടത്. പലരും പല കണക്കും പറയുന്നുണ്ട്. ചിലർ 90 കോടി എന്ന് പറയുന്നുണ്ട്, ചിലർ 100 കോടി എന്ന് പറയുന്നുണ്ട്. എത്രയായാലും ഇത് KSRTCക്ക് അധിക ബാധ്യത വരുന്നതാണ്. അത് ഗവൺമെൻറ് നൽകണം. ഗവൺമെൻറ് നൽകുന്നതിന് ആവശ്യമായിട്ടുള്ള ഉറപ്പുണ്ടാകണം. ഈ ജൂൺ 15-ാം തീയതി മുതൽ ഈ സൗജന്യ യാത്ര നടത്തുമ്പോൾ അതിൻ്റെ മറ്റ് വിശദാംശങ്ങളൊന്നും ഗവൺമെൻറ് വ്യക്തമാക്കിയിട്ടില്ല. അപ്പോൾ പെൻഷൻ തുടർന്ന് നൽകുന്നതിനും ശമ്പളം കൃത്യമായി നൽകുന്നതിനും ആവശ്യമായ ഉറപ്പ് ഗവൺമെൻറ് ഈ കാര്യത്തിൽ വരുത്തേണ്ടതുണ്ട്. ഇപ്പോൾ KSRTCക്ക് വരുന്ന വരുമാനത്തിലെ കുറവ്, ഇതുവഴി വരുന്ന വരുമാനത്തിലെ കുറവ് പൂർണ്ണമായും ഗവൺമെൻറ് നിർവഹിച്ച് ഈ പ്രശ്നം മുമ്പോട്ട് കൊണ്ടുപോകാൻ, ഈ പ്രശ്നം പരിഹരിച്ച് മുമ്പോട്ട് കൊണ്ടുപോകുന്നതിന് കഴിയണം. അത്തരമൊരു സമീപനമാണ് ഈ പ്രശ്നത്തിൽ ഗവൺമെൻറ് സ്വീകരിക്കേണ്ടത്. തീർച്ചയായും ഗവൺമെൻറ് അപ്രകാരമുള്ളൊരു നടപടി സ്വീകരിക്കും എന്നുള്ളതാണ് പൊതുവെ ഞങ്ങളുടെ എല്ലാം അഭിപ്രായം. മറ്റൊരു പ്രധാനപ്പെട്ട പ്രഖ്യാപനം ഗവൺമെൻറ് നടത്തിയത് ആശാ വർക്കർമാർക്ക് 3000 രൂപ ഓണറേറിയത്തിൽ വർധന വരുത്താൻ ഗവൺമെൻറ് നടപടി സ്വീകരിക്കുമെന്നുള്ളതാണ്. സ്വാഗതാർഹമായ നടപടിയാണ്. ഈ ആശാ വർക്കർമാരുടെ കാര്യമെടുക്കുമ്പോൾ കേന്ദ്ര ഗവൺമെൻറ് നേരത്തെ 1000 രൂപയാണ് നൽകിയിരുന്നത്. 2016 പിണറായി വിജയൻ ഗവൺമെൻറ് അധികാരത്തിൽ വരുമ്പോൾ ആശാ വർക്കർമാർക്കുള്ള ഓണറേറിയം 1000 രൂപയാണ്.
ഇത് ഈ ഗവൺമെന്റ്, പിണറായി വിജയൻ ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ 8,000 രൂപ കൂടി വർദ്ധിപ്പിച്ച് 9,000 ആക്കിയിട്ട് വർദ്ധിപ്പിച്ചു. 9,000 ഇപ്പോൾ ആശാവർക്കർമാരുടെ ഓണറേറിയം. ആശാവർക്കർമാരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കണോ എന്ന നിലപാടിൽ ഒരു തർക്കവുമില്ല. അഖിലേന്ത്യാ തലത്തിൽ ട്രേഡ് യൂണിയൻ സംഘടനകൾ നടത്തി വരുന്ന സമരത്തിൽ, ആ സമരങ്ങൾ നിങ്ങൾ പത്രപ്രവർത്തകരും പങ്കാളികളാണ്. ട്രേഡ് യൂണിയൻ സംഘടനകൾ നടത്തുന്ന സമരത്തിൻ്റെ ഭാഗമായി ഉയർത്തിയിട്ടുള്ള മുദ്രാവാക്യം ഈ സ്കീം വർക്കേഴ്സ് എന്നുള്ള നിലയിൽ പരിഗണിക്കപ്പെടുവരുന്ന ആശാവർക്കർമാർ, അംഗൻവാടി ജീവനക്കാർ, ഉച്ചഭക്ഷണം പാകം ചെയ്യുന്നവർ, പിന്നെ തൊഴിലുറപ്പ് പദ്ധതിയിൽ ജോലി ചെയ്യുന്നവർ, ഇങ്ങനെയുള്ള വിഭാഗങ്ങൾ, ഇങ്ങനെയുള്ള NHM ജോലി ചെയ്യുന്നവർ, ഇങ്ങനെയുള്ള സ്കീം വർക്കേഴ്സ് ആയിട്ടുള്ള എല്ലാവരുടെയും കൂലി, മിനിമം എല്ലാവരുടെയും വേതനം ഒരു മാസം 26,000 രൂപയാക്കണം എന്നുള്ള ഡിമാൻഡ് കിടക്കുന്നുണ്ട് തൊഴിലാളി സംഘടനകളുടെ. ആ ഡിമാൻഡ് ഇന്ത്യയുടെ മുമ്പിൽ കിടക്കുകയാണ്. കേന്ദ്ര ഗവൺമെൻറ് ആണെങ്കിൽ ഈ സ്കീം വർക്കേഴ്സിനെ തൊഴിലാളികളുടെ പട്ടികയിൽ പോലും പെടുത്തുന്നില്ല. തൊഴിലാളികളുടെ പട്ടികയിൽ പെടുത്താതെ ഉള്ള ഒരു സമീപനമാണ് അവർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇവരെ തൊഴിലാളി പട്ടികയിൽ പെടുത്തി ഇവർക്ക് മിനിമം കൂലിയും മറ്റാനുകൂല്യങ്ങളും ലഭ്യമാക്കുന്നതിനാവശ്യമായിട്ടുള്ള നിലപാട് കേന്ദ്ര പദ്ധതി എന്നുള്ള നിലയ്ക്ക് കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. ആ നിലയ്ക്ക് കാര്യങ്ങൾ നടത്തിക്കൊണ്ടു പോകാൻ കഴിയണം. 3,000 രൂപയാണ് ഇപ്പോൾ വർധനവുള്ളത്. തെരഞ്ഞെടുപ്പിന് മുമ്പ് കേരളത്തിന് മുമ്പിൽ ശ്രീമാൻ VD സതീശൻ നൽകിയിട്ടുള്ള വാഗ്ദാനം, UDF നൽകിയിട്ടുള്ള വാഗ്ദാനം, ആശാവർക്കർമാർ ഉന്നയിച്ചിട്ടുള്ള 21,000 രൂപ ഓണറേറിയം എന്നത് നടപ്പിലാക്കുമെന്നുള്ളതാണ്. 21,000-ൽ ഇപ്പം 9ഉം 3ഉം 12,000 രൂപയിലേക്ക് അവരുടെ വരുമാനം എത്തുള്ളൂ. ഇത് ആശാവർക്കർമാർക്കും കേരളത്തിലെ ജനങ്ങൾക്കും നൽകിയിട്ടുള്ള വാഗ്ദാനം എന്നുള്ള നിലയ്ക്ക് ഗവൺമെൻറ് അത് നടപ്പിലാക്കാൻ തയ്യാറാകണം. അതിനുള്ള തുടക്കം എന്നുള്ള നിലയിലാണ് 3,000 രൂപയെ സമീപിക്കുന്നതെങ്കിൽ അത് സ്വാഗതാർഹമായ നടപടിയാണ്. ഗവൺമെൻറ് അതിവേഗത്തിൽ ആശാവർക്കർമാർക്കും ജനങ്ങൾക്കും നൽകിയിട്ടുള്ള ഈ ഉറപ്പ് പാലിക്കണം എന്ന നിലപാടാണ് ഈ പ്രശ്നത്തിൽ ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. സ്കീം വർക്കേഴ്സിൻ്റെ പ്രശ്നങ്ങളിൽ, അവരുടെ മിനിമം കൂലി പ്രശ്നത്തിൽ അവരുടെ സംഘടനകൾ ഉന്നയിച്ചിട്ടുള്ള 26,000 രൂപ മിനിമം കൂലി എന്നുള്ള നിലയിലേക്ക് ഈ പ്രശ്നങ്ങൾ മാറ്റുന്നതിന് ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണം. അന്ന് ആശാവർക്കർമാരുടെ ഈ പണം കൂട്ടുന്നതിന്, വേതനം കൂട്ടുന്നതിന് ഒരുപാട് സാങ്കേതിക പ്രശ്നം പറഞ്ഞിരുന്നല്ലോ. അതെ. പക്ഷെ ഇപ്പൊ പുതിയ സർക്കാർ വന്ന ഉടനെ തന്നെ 3,000 രൂപ കൂട്ടുകയാണ്. അല്ല, സാങ്കേതിക പ്രശ്നങ്ങളല്ല, കൂട്ടുന്നതിൽ പ്രശ്നങ്ങളില്ലായിരുന്നു സർക്കാർ. അല്ല, അതിന് 3,000 കൂട്ടുന്നതിന് ആര് എതിർപ്പ്? എന്തുകൊണ്ടായിരുന്നു? അല്ല, എന്താണ് അത് സർക്കാരാണ് വിശദീകരിക്കേണ്ടത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് 21,000 കൊടുക്കാത്തതിനെ പ്രതിഷേധിച്ചുകൊണ്ടാണല്ലോ നിന്നത്. ആ ഘട്ടത്തിലാണല്ലോ 21,000 രൂപ കൊടുക്കുമെന്ന് പ്രഖ്യാപിക്കുന്നത്. ആ വാഗ്ദാനം പാലിക്കണമെന്നേ ഞാൻ പറയുന്നുള്ളൂ. അവർ ജനങ്ങൾക്കും തൊഴിലാളികൾക്കും ഈ വാഗ്ദാനം നൽകിയിട്ടുണ്ട്. ആ വാഗ്ദാനം പാലിക്കണം. അതിലെന്താ തെറ്റ്? ആ വാഗ്ദാനം പാലിക്കുമെന്നല്ലേ അവർ പറയുന്നത്. അതിപ്പോൾ പാലിക്കപ്പെട്ടിട്ടില്ല. ആ വാഗ്ദാനം പാലിക്കണമെന്നാണ്. 3,000 രൂപ കൊടുത്ത നടപടിയെ സ്വാഗതം ചെയ്യുന്നു എന്നുള്ളത് ഞാൻ പറഞ്ഞു. അത് നല്ല കാര്യം തന്നെ, അത് മോശം കാര്യമൊന്നുമല്ല. അത്തരം നിലപാട് തുടരണം എന്നാണ് പറയുന്നത്. അവർക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പാലിച്ചുകൊണ്ട് നീതി നിറവേറ്റാൻ സാധിക്കണം എന്നുള്ളതാണ് ഈ കാര്യത്തിൽ ഞാൻ വ്യക്തമാക്കി. ചോദിക്കാം, ഒരു പ്രശ്നം കൂടി ഞാനവിടെ വ്യക്തമാക്കുന്നത്, ഇപ്പം വന്ദേ ഭാരതത്തിന്റെ പ്രശ്നം കുറച്ച് വിവാദമായി. അത് സംബന്ധിച്ചുള്ള വിശദമായ കാര്യങ്ങൾ ബഹുമാനപ്പെട്ട മുൻ മന്ത്രി ശ്രീ മുഹമ്മദ് റിയാസ് MLA ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ വിശദീകരിച്ചിട്ടുണ്ട്. ഇത് ഒരു രാഷ്ട്രീയ പ്രശ്നമാണ്. ഇതൊരു മതപരമായോ വർഗീയമല്ല. ഇതൊരു മതപരമോ വർഗീയമാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതൊരു രാഷ്ട്രീയ പ്രശ്നമാണ്. ഈ കാര്യത്തിൽ ഞാൻ പറയുന്ന ഒരു കാര്യം, കോൺഗ്രസ് ഈ വന്ദേ മാതരം ആലപിക്കുന്നതിനെ സംബന്ധിച്ചൊരു നിലപാടെടുത്തിട്ടുണ്ട്. ആ നിലപാടും ഇവിടെ UDF ഗവൺമെന്റ് അധികാരമേൽക്കുമ്പോൾ സ്വീകരിച്ച നടപടിയും തമ്മിൽ വ്യത്യാസമുണ്ട്. ഈ കാര്യത്തിൽ കോൺഗ്രസിന്റെ നിലപാടെന്താണെന്നുള്ളത് അവർ വിശദീകരിക്കട്ടെ. അവർ വിശദീകരിച്ചതിന് ശേഷം അതിനെക്കുറിച്ചുള്ള തുടർന്നുള്ള അഭിപ്രായങ്ങൾ പറയാം എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇതൊരു രാഷ്ട്രീയ പ്രശ്നമായിട്ട് കാണണം. ഇതൊരു കേവലം ഒരു വർഗീയ പ്രശ്നമായിട്ട് തിരിച്ചുവിടുന്നതിന് വേണ്ടി നടത്തുന്ന ശ്രമങ്ങൾ ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. ഒരു ആശയത്തിൻ്റെ പ്രശ്നമാണ്, ഒരു ഐഡിയോളജിയുടെ പ്രശ്നമാണ്. ഈ കാര്യത്തിൽ എന്ത് നിലപാട്, ഇപ്പോൾ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഇതിൻ്റെ എല്ലാ വശങ്ങളും നിരീക്ഷിച്ചുകൊണ്ട് പ്രകടിപ്പിച്ച അഭിപ്രായങ്ങളുണ്ട്. വന്ദേ മാതരം പൂർണ്ണമായിട്ടും ആലപിക്കുന്നതിനെ സുപ്രീം കോടതിയും യോജിച്ചിട്ടില്ല.
അവിടെ ഇത്തരം ഒരു പ്രശ്നം നിലനിൽക്കുന്ന സമയത്ത് കേന്ദ്ര ഗവൺമെന്റിന്റെ നിർബന്ധപ്രകാരം അല്ലെങ്കിൽ അതുവഴി ഗവർണറിലൂടെ ഈ കാര്യങ്ങൾ നടപ്പിലാക്കുന്ന കാര്യത്തിൽ UDA ഗവൺമെന്റിന്റെ നിലപാടെന്ത് എന്നുള്ളതാണ് പ്രശ്നമായി മാറുന്നത്. അതിൽ കോൺഗ്രസിന്റെ സമീപനമാണ്, കോൺഗ്രസ് മുന്നോട്ട് വെച്ച നിലപാടിനനുസൃതമായിട്ടല്ല ഈ ആലാപനം നടന്നിട്ടുള്ളത്. അതുകൊണ്ട് കോൺഗ്രസ് ഇതിന്റെ നിലപാടെന്ത് എന്നുള്ളത് കോൺഗ്രസ് വ്യക്തമാക്കണം. കോൺഗ്രസ് വ്യക്തമാക്കി കഴിഞ്ഞാൽ അതിനെ തുടർന്നുള്ള മറ്റ് കാര്യങ്ങൾ എന്താണ് എന്നുള്ളത് നമുക്ക് ചർച്ചയ്ക്ക് വിധേയമാക്കാൻ കഴിയും.